ഇനി ഈ ഭരണപക്ഷത്തിന്റെ ജനവിരുദ്ധത പ്രയോജനപ്പെടുത്താൻ ഔദ്യോഗിക പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താ? ഓ സമരാഗ്നി, വലിയ കനൽക്കട്ടകൾ ഉണ്ടാകാൻ പോകുന്നു എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്, പ്രഖ്യാപിച്ചിരുന്നത്. അങ്ങനെയാണ് രണ്ട് വിദ്വാൻമാര് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിച്ചത്. അഗ്നിയെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്, കനൽക്കട്ടകളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന്. പക്ഷെ ഇത്രയും ദിവസത്തെ UDFന്റെ കോൺഗ്രസിന്റെ യാത്രയ്ക്ക് ശേഷം നമുക്ക് പറയാൻ സാധിക്കും, കനൽക്കട്ടകളല്ല, കോൺഗ്രസിന്റെ യാത്ര കരിക്കട്ടകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യം, അവർ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഐക്യം നമ്മളെല്ലാവരും കണ്ടത്. VD സതീശൻ പറയുന്നു എൻ്റെ സഹോദരനാണ് സുധാകരൻ. സുധാകരൻ പറയുന്നു എൻ്റെ സഹോദരനാണ്. ഞങ്ങൾ നമ്മുടെ ബന്ധം കേവലം പാർട്ടി ബന്ധമല്ല, സഹോദര ബന്ധമാണെന്ന്. പക്ഷെ ഇതുപോലത്തെ സഹോദര ബന്ധം കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ലാതെ നമുക്ക് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. കാരണം സഹോദരന്മാർ ഉപയോഗിക്കുന്ന ഭാഷകള്, അഭിസംബോധന ചെയ്യുന്ന പദപ്രയോഗങ്ങൾ ഒരു മലയാളിക്കും അംഗീകരിക്കാൻ പറയാൻ പോലും സാധ്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതെന്ത് സഹോദര ബന്ധ? ഇതെന്ത് സഹോദര ബന്ധ? UDFനും പ്രതീക്ഷ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം 2019 രാജകുമാരൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയും, അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുക, അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഒരഭിപ്രായമായി മാറിയിരുന്നു. അതിൻ്റെ ഫലമാണ് ആ UDFന് അനുകൂലമായി അന്ന് ജനവിധി ഉണ്ടായത്. പക്ഷെ ഇപ്പൊ നോക്കൂ നിങ്ങൾ, കേരളത്തിൽ തലക്ക് വെളിവുള്ള ഒരാൾ പോലും വിശ്വസിക്കില്ല രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന്. മാത്രമല്ല, ഇപ്പോ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് പറയുന്നത് കോൺഗ്രസിന് സ്വന്തമായി വിജയിക്കാനുള്ള ഒരു മണ്ഡലത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയാണെന്ന. ഇതുവരെ താൻ മത്സരിക്കുന്നത് എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തമായൊരു മണ്ഡലം പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത നേതാവാണ് IND മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഒരു തലക്ക് വെളിവുള്ള ഒരാളും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് ന്യൂനപക്ഷക്കാരും ഭൂരിപക്ഷക്കാരും മുന്നോക്കക്കാരും പിന്നോക്കക്കാരും കടലോരത്തും മലയോരത്തും താമസിക്കുന്നവർ എല്ലാ മലയാളികളും വിശ്വസിക്കുന്നു, പ്രിയമുള്ളവരെ, ഇത് ഏതാനും നിമിഷങ്ങൾക്ക് നമ്മെ അഭിമുഖീകരിക്കുന്ന രാജ്യത്തിന്റെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാമതും അധികാരമേൽക്കുമെന്ന് മലയാളികൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മോദിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഈ കേരളത്തിൽ ഇപ്പോ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ, മലയാളികൾക്ക് മുന്നിൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. 400+ അതിനോടൊപ്പം നിൽക്കുമോ, 40+ അതിനോടൊപ്പം നിൽക്കുമോ എന്നാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? 400+ വേണോ, 40+ വേണോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് BJPക്ക് ഒറ്റയ്ക്ക് 370+, NDAക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400+ എന്നതാണ്. അപ്പൊ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത്, മോദിജി BJPക്ക് ഒറ്റയ്ക്ക് 370+ അല്ല 400+ ആണ്, NDAക്ക് അതിലും കൂടും എന്നാര് പറഞ്ഞു? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ. പ്രിയമുള്ളവരെ, അദ്ദേഹത്തോട് പറയിപ്പിച്ചത് എങ്ങനെയാ? രാജ്യം മുഴുവൻ മോദിയോടൊപ്പം, കേരള ജനതയും മോദിയോടൊപ്പമാണ്. കേരളത്തിലെ നഗരങ്ങളിൽ, ഗ്രാമങ്ങളിൽ,
റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, പച്ചക്കറിക്കട, പഴവർഗ്ഗക്കട, പലവ്യഞ്ജനക്കട, എല്ലായിടത്തും ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ: മോദി 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 മോദി. ജനങ്ങൾ മോദിയോടൊപ്പാ, ഇന്ത്യയിൽ മുഴുവൻ തന്നെ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ: ആകാശം ഇടിഞ്ഞു വീണാലും, ഭൂമി പിളർന്നാലും, ഗംഗാ നദി വറ്റിപ്പോയാലും നരേന്ദ്ര ദാമോദർ ദാസ് മോഡി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും 400+ ലോകസഭാ സീറ്റോട് കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മലയാളികൾ, ഈ കേരളം ഈ 400+നോടൊപ്പം അണിനിരക്കുന്നതല്ലേ നല്ലത്? കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി, കേരളത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ വേണ്ടി, ഇത്രയും കാലം നാം അനുഭവിച്ച പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി, ഒരു പുതിയ കേരളം പടുത്തുയർത്താൻ വേണ്ടി, എല്ലാ കൈകൾക്കും തൊഴിൽ ലഭിക്കുന്ന വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും സേവന രംഗത്തും വികസനം പൂത്തുലഞ്ഞാടുന്ന ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഈ ബദൽ രാഷ്ട്രീയത്തോടൊപ്പം 400+നോടൊപ്പം അണിനിരക്കാൻ കേരളം തയ്യാറാകുന്നതല്ലേ നല്ലത്? നിങ്ങൾക്ക് ഈ 40+ ഒപ്പിനോടൊപ്പം കേരളം ചേർന്നതുകൊണ്ട് മലയാളികൾക്കും കേരളത്തിനും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ 40+ന്റെ ഭാഗമായാൽ അവർക്ക് എന്താ അവിടെ ചെയ്യാൻ സാധിക്കുക? ഡൽഹിയിൽ 1 കൂകാൻ സാധിക്കും, കൂവിളിക്കാൻ സാധിക്കും. 2 ഗാന്ധി പ്രതിമക്ക് താഴെ ഇരുന്ന് ധർണ നടത്താം. ഞാൻ ചോദിക്കട്ടെ, ഈ ഡൽഹിയിൽ ഗാന്ധി പ്രതിമക്ക് ചുവടെ ധർണ ഇരുത്താൻ നമ്മൾ 20 എണ്ണത്തിന് അങ്ങോട്ട് അയക്കണോ? അത് നമുക്ക് തിരുവനന്തപുരത്ത് ഒരുക്കി കൊടുക്കാം, ഒരു മണ്ഡപം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വികസനം കേരളത്തിലെത്തിക്കാൻ നരേന്ദ്രമോദി ഒപ്പം നിൽക്കുന്ന 20 ലോകസഭാംഗങ്ങളെ വിജയിപ്പിക്കാനുള്ള പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്, കേരളത്തിൽ ഉണ്ടാകുന്നതാണ് മലയാളികൾക്ക് നല്ലത് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പുതിയ രാഷ്ട്രീയത്തോടൊപ്പം അണിനിരക്കാൻ, അതിനുള്ള അമര സന്ദേശവും വഹിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം, പ്രിയമുള്ളവരെ, അതിൻ്റെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അത്യുത്തര കേരളത്തിൽ നിന്നും ഈ തിരുവനന്തപുരത്തേക്ക് ഈ കേരള പദയാത്രയുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു: പുതിയ കേരളത്തിന്റെ ഗ്യാരണ്ടി എന്താ? പുതിയ കേരളം സൃഷ്ടിക്കുമെന്നുള്ള ഗ്യാരണ്ടി എന്താ? ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, അധികാരത്തിലേറുന്ന സമയത്ത് രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകിയ വാഗ്ദാനം 10 വർഷക്കാലത്തെ ഭരണത്തിലൂടെ 100% നടപ്പാക്കിയ ലോകാരാധ്യനായ നേതാവ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ ഈ കേരളത്തിലെ മലയാളികൾക്ക് നൽകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 ദുർബല രാജ്യങ്ങളിൽ ഒന്നായ ഭാരതത്തിന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. കേരളത്തിലെ ജനങ്ങൾ 1,53,00,000 മലയാളികൾക്ക് മാസത്തിൽ 5 കിലോഗ്രാം അരി നൽകിക്കൊണ്ട് നമ്മുടെ പട്ടിണി മാറ്റിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് NDA മലയാളികൾക്ക് നൽകുന്നത്. മാത്രമല്ല പ്രിയമുള്ളവരെ, പാവപ്പെട്ട ഈ നാട്ടിലെ സാധാരണക്കാരന് വൈദ്യ ചികിത്സ ലഭിക്കാൻ 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ 72 ലക്ഷം ജനങ്ങൾക്ക് നൽകിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർ സാധാരണക്കാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവർ തൊഴിലില്ലായ്മ പട്ടിണിയും മാറ്റാൻ ഇക്കാലമത്തെ 16,100 കോടി രൂപ കേരളത്തിന് നൽകിയ മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത്. കേരളത്തിലെ യുവതികൾക്കും യുവാക്കന്മാർക്കും തൊഴിൽ സംരംഭം തുടങ്ങാൻ മുദ്രാ ലോണിലൂടെ 36,257 കോടി രൂപ നൽകിയ മോദിയുടെ ഗ്യാരണ്ടിയാണ്
ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത്. മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ അന്തികുറങ്ങാൻ കൂരയില്ലാത്ത 4 ലക്ഷം പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത് പ്രിയമുള്ളവരെ. അതുപോലെ ഈ നാട്ടിൽ പെട്ടിക്കടക്കാർ 1 ലക്ഷം കേരളത്തിലെ പെട്ടിക്കടക്കാർക്ക് 10,000 മുതൽ 1 ലക്ഷം രൂപ വായ്പ കൊടുത്ത, സ്വനിധിയുടെ വായ്പ കൊടുത്ത മോദിയുടെ ഗ്യാരണ്ടിയാണ് ഞങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ആ ബാലവൃദ്ധൻ ജനങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി, ഈ മോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിലെ 3,40,00,000-ലധികം വരുന്ന മലയാളികൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഗ്യാരണ്ടിയാണ്. ഇതിനപ്പുറത്ത് മറ്റൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് ദൈവത്തിന്റെ ഗ്യാരണ്ടിക്ക് തുല്യമാണ്. അതുകൊണ്ട് ഈ ഗ്യാരണ്ടിയോടൊപ്പം അണിനിരക്കാൻ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം മുഴുവൻ ലോകസഭാ മണ്ഡലങ്ങളിലെയും ജനങ്ങൾ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാര്യവും കൂടി സൂചിപ്പിച്ച് നിർത്തുകയാണ്. കേരളത്തിലെ അപകടകരമായൊരു രാഷ്ട്രീയമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഇവിടെ 2 മുന്നണികളും വർഗീയവാദികൾക്ക്, ഭീകരന്മാർക്ക്, തീവ്രവാദികൾക്ക് പൂർണ്ണമായും അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർ ഭീകരവാദികളിൽ, വർഗീയവാദികളിൽ അഭയം കണ്ടെത്തുകയാണ്. ഇപ്പം UDF-ന്റെയും LDF-ന്റെയും പൊതു പ്രേരണാ സ്രോതസ് ഏതാ? അത് മുസ്ലിം ലീഗായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഗണിതശാസ്ത്രം പഠിച്ചവർക്കറിയാം, ലസാഗു എന്ന് പറയും, പൊതുഗുണിതം എന്നുള്ളത്, പൊതുഗുണിതത്തെ കുറിച്ചറിയാം. ലഘുതമ സാധാരണ ഗുണിതം, പൊതുവായ ഗുണിതം, ലസാഗു എന്ന് പറയുന്നത്. ഇപ്പൊ LDF-ന്റെയും UDF-ന്റെ പൊതുഗുണിതം അത് മുസ്ലിം ലീഗായി മാറിയിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് 3-ാം സീറ്റിന് വേണ്ടി UDF-ഓട് ആവശ്യപ്പെട്ടു. ലോകസഭയ്ക്ക് പകരം രാജ്യസഭ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി പറയുക അവർക്ക് 3 അല്ല 6 സീറ്റ് കൊടുക്കണം എന്നാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതായത് മുസ്ലിം ലീഗിന് 6 സീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് മുൻപിൽ പൂർണ്ണമായി കീഴ്പ്പെട്ട 2 മുന്നണികളാണ് LDF-ഉം UDF-ഉം. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യം എല്ലാ മതക്കാരുടെയും, അത് ഹിന്ദുവാവട്ടെ, മുസൽമാനാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, മുഴുവൻ മലയാളികളുടെ വിചാരങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ടുള്ള മുന്നണിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. അത് സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ്. ഇവിടെ വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ പുതിയ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകണം. അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയമാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം. കേരളത്തിലെ ഹൈവേക്ക് 68,000 കോടി രൂപയും റെയിൽവേ വികസനത്തിന് 3,000 കോടി രൂപയും ഏറ്റവും ഒടുവിൽ നീക്കിവെക്കുകയും അതിന് ഉദ്ഘാടനം ഇന്നലെ, റെയിൽവേ വികസന ഉദ്ഘാടനം ഇന്നലെ പ്രധാനമന്ത്രി ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മോഡി എന്ന് പറയുന്നത്, MODI, മോഡി എന്ന് പറയുന്നത് അത് കേവലം ഒരു പേര് മാത്രമല്ല. MODI, ബോഡി എന്നതിനർത്ഥം മന്ത്ര ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ളതാണ്. മന്ത്ര ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ എന്നുള്ളതാണ് മോഡി എന്ന പദത്തിന്റെ അർത്ഥമെന്ന് നാം തിരിച്ചറിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ മുഴുവൻ ജനാവലിയും തയ്യാറാകണമേ എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് NDA ഉയർത്തുന്ന ബദൽ രാഷ്ട്രീയത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ, മോദിയുടെ ഗ്യാരണ്ടിയെ നെഞ്ചേറ്റുവാൻ കേരളത്തിലെ മലയാളികൾ തയ്യാറാകണമെന്നും കേരളത്തിന്റെ രക്ഷാമാർഗം അത് മാത്രമാണെന്ന് കരുതണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കി.